വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ കഴിഞ്ഞുപോയി. ജനൻ TV ഏറ്റവും മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇപ്പം നടത്തുന്നത്. അതിൻ്റെ 3ാം പതിപ്പിൽ നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാനിവിടെ ഈ ഹാളിൽ വന്നപ്പോഴെന്നെ ഏറ്റവും സ്വാധീനിച്ചത് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിലെഴുതിയിരിക്കുന്ന 2-3 വാക്കുകളാണ്. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. ഇവിടെ തുടക്കത്തിൽ ചോദിച്ചു, നിങ്ങൾ മാതാപിതാക്കളോട് ദേഷ്യപ്പെടാറുണ്ടോ എന്ന്. നിങ്ങൾ പലരും ഇല്ല എന്ന് പറഞ്ഞു. എങ്കിലും അറിയാം, ഈ പ്രായത്തിൽ ശബ്ദമൊക്കെ മാറി വരുന്ന സമയമായതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ ആമ്പിള്ളേർക്കൊരു തോന്നലാണ്, എൻ്റെ ശബ്ദം ഞാനും എൻ്റെ അപ്പനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ശബ്ദങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ എന്താ, അല്ലെങ്കിൽ അമ്മയോടും ഇതേപോലെ ഹാർഷായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ട്. ഇല്ലെന്നൊന്നും പറയണ്ട. പക്ഷേ അതെത്രത്തോളം വേദന ഉണ്ടാക്കും എന്നുള്ളത് ഒരുപക്ഷെ അതേ അവസ്ഥയിൽ നിങ്ങൾ എത്തുമ്പോൾ മനസ്സിലാവും. ശരിക്കും അത് സങ്കടം ഉണ്ടാക്കും. ഓക്കെ, ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുന്ന വിഷയം ഇതാണ്, ലഹരിക്കെതിരെ. പലതരത്തിലുള്ള ലഹരികളുണ്ട് അല്ലേ? വായന ഒരു നല്ല ലഹരിയാണ്, നല്ല സൗഹൃദങ്ങൾ നല്ല ലഹരിയാണ്. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ലഹരി നമുക്ക് വേണ്ട. എത്രയോ കരുതലോടെയാണ് ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്. അവരുടെ ചിറകിൻ കീഴിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ആദിയാണ് എല്ലാ മാതാപിതാക്കൾക്കും. ഞാനും ഒരമ്മയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി എന്ന 3 വാക്കുകൾ എന്നെ ഏറെ സ്വാധീനിച്ചത്. എൻ്റെ പ്രിയ മക്കളെ, എന്നെപ്പോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഓരോ അമ്മമാർക്കും നിങ്ങൾ ഇറങ്ങി പോന്നു കഴിയുമ്പോൾ ആദ്യമാണ്. കാരണം സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർ സേഫാണ്. പക്ഷേ നിങ്ങൾ കണ്ണു അടച്ചല്ല പോരുന്നത്. വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ എത്തുന്നത് വരെ നിങ്ങൾ ഒരുപക്ഷെ പലരുമായി നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകാം വഴിയരികിൽ. എവിടെയാണ് ഇങ്ങനെയുള്ള ഓരോ ചതികൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആധിയുടെ ആഴം എത്രയാണെന്ന് ഒരമ്മയായ എനിക്കറിയാം. അതുകൊണ്ട് ഇതുപോലെ നടത്തുന്ന എല്ലാവിധ ക്യാമ്പയിൻസിനും എല്ലാത്തരം സപ്പോർട്ടും നൽകുക എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. എൻ്റെ മക്കൾ പ്രത്യേകമായി ഓർക്കുക, ഇതൊക്കെ ഒരു ചടങ്ങ് പോലെ തള്ളിക്കളയാവുന്നതല്ല. ഏറ്റവും നല്ലതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ അവരുടെ വിയർപ്പ് നീരാക്കി കൊണ്ട് തരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത്. അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ എനിക്ക് സാധിക്കണം. എന്നെങ്കിലും എൻ്റെ മാതാപിതാക്കൾക്ക് സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിക്കണം. കാരണം അവരുടെ സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആ സ്വപ്നങ്ങളൊക്കെ ഇടയ്ക്ക് എവിടെയോ വെച്ച് കൈമോശം വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനുമൊക്കെ മോശമായി കൊള്ളരുതാത്തവരായി മാറുന്നത്. നിങ്ങൾ അങ്ങനെ ആകരുത്. ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ ക്യാമ്പയിൻ നമ്മൾ കണ്ട് മറന്ന് ആസ്വദിച്ച് പോകാനല്ല, നല്ലതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. എത്രയാണെങ്കിലും ജനൻ TV ഒരുക്കുന്ന ഈ ഒരു ക്യാമ്പയിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഒരേ കാര്യമേ ആവശ്യപ്പെടാനുള്ളൂ. ഏറ്റവും നല്ല വാക്കുകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. എൻ്റെ പൊന്നുമക്കളെ, ഈ ഒരു ലഹരി എന്ന് പറയുന്നതിനെ ഉപേക്ഷിക്കുക. എത്രയോ നല്ല ലഹരികളെ സ്വീകരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി അറിയാൻ സാധിച്ചാൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം ജനൻ TVയുടെ ഈ ക്യാമ്പയിന് അതിൻ്റെ 3ാം വാരമാണെന്ന് പറഞ്ഞു. ഇതിന് ഇനിയും അങ്ങോട്ട് ഏറ്റവും നന്നായി തന്നെ മുമ്പോട്ട് പോട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.